ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ആരംഭിക്കുന്ന സ്വർണത്തിനെ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു നിക്ഷേപ സംവിധാനമാണ്. ഈ സ്വർണം വരുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കയ്യിൽ മാത്രമാണ്. അവരൊരു ഗോൾഡ് ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് തുടങ്ങുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവർ 100 കിലോ സ്വർണം വാങ്ങിക്കുന്നു. എന്നിട്ട് അതിനെ ആ സ്വർണം ഒരു കസ്റ്റോഡിയൻ ബാങ്കിനെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ മൂല്യം ലണ്ടൻ ജ്വല്ലേഴ്സ് അസോസിയേഷൻ, ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷൻ നിശ്ചയിക്കുന്ന 24 കാരറ്റ് 99.5% പരിശുദ്ധിയുള്ള സ്വർണ്ണ കട്ടകൾ ഒരു കസ്റ്റോഡിയൻ ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ഈ മ്യൂച്വൽ ഫണ്ട് കയ്യിൽ വയ്ക്കില്ല. അത് വിശ്വാസമുള്ള ഒരു കസ്റ്റോഡിയൻ ബാങ്കിനെ ഏൽപ്പിച്ചതിന് ശേഷം അത്രയും തൂക്കത്തിനെ അംശിക്കുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാമാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ 1 ഗ്രാം വിട്ടിട്ട് 100-ൽ 1 ഗ്രാം, 1 ഗ്രാമിൻ്റെ 100-ൽ 1 എന്ന നിലയിൽ അംശിച്ചാൽ ഒരു യൂണിറ്റായി. ഈ യൂണിറ്റുകളാണ് വിൽക്കുന്നത്. നമ്മൾ ഇപ്പോൾ 100 യൂണിറ്റ് വാങ്ങിച്ചു, 1 ഗ്രാം അല്ല 100-ൽ 1 ഗ്രാമിൻ്റെ 100-ൽ 100 യൂണിറ്റ് നമ്മൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ 100 ഗ്രാം സ്വർണത്തിന് തുല്യമായ സ്വർണം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിൽ, വെർച്വൽ രൂപത്തിൽ വാങ്ങിക്കുന്നു. അതിൻ്റെ പണം കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നു. ഇത് 100 യൂണിറ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഓഹരി വിപണിയിൽ എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും കഴിയും. അപ്പോഴുള്ള വിലയാണ്. ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണെങ്കിൽ 2 മണി കഴിഞ്ഞ് 13 മിനിറ്റിനുള്ള വിലയല്ല ആയിരിക്കണമെന്നില്ല. 2 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ നമുക്ക് ഏത് വിലയാണോ ബോധ്യം ആ വിലയ്ക്ക് അത് വിൽക്കാൻ കഴിയും. അതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഇതിൻ്റെ വിപണനം, വാങ്ങലും വിൽക്കലും നടക്കുന്നത്.